പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചാണ്. റാൻഡി ഓർട്ടനെതിരെ പൈൽ ഡ്രൈവർ എന്ന മൂവ് കെവിൻ ഓവൻസ് കഴിഞ്ഞ വർഷത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഉപയോഗിച്ചതിനെ തുടർന്ന് റാൻഡി ഓർട്ടനെ സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒരു വലിയ ഇഞ്ചുറി കാണിച്ചുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. റാൻഡി ഓർട്ടനെതിരെയുള്ള സ്റ്റോറി കെവിൻ ഓവൻസ് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഈവൻ്റ് എന്ന TV സ്പെഷ്യൽ എപ്പിസോഡിലൂടെ കെവിൻ ഓവൻസ് സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ഹായ് റാൻഡി എന്ന് പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അപ്പോൾ റാൻഡി ഓർട്ടൻ തിരികെ വന്നാൽ കെവിൻ ഓവൻസിനെതിരെയുള്ള സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പായത് കൊണ്ട് തന്നെ റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ച് നിലവിൽ റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് റാൻഡി ഓർട്ടൻ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഭാഗം ആയേക്കും എന്നുള്ളതാണ്. റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവ് റോയൽ റംബിളിന് മുൻപ് അല്ലെങ്കിൽ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ ഒരു സർപ്രൈസ് എൻട്രി ആയി റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അതിന് മുൻപ് റാൻഡി തിരികെ വന്നിട്ട് കെവിൻ ഓവൻസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ചില മൊമെൻറ്റ്സ് കാണാൻ സാധിച്ചേക്കാം. പക്ഷേ റാൻഡി ഓർട്ടൻ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപ് തിരികെ വന്നാൽ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന കെവിൻ ഓവൻസ് കോഡി റോഡ്സ് സ്റ്റോറിക്കിടയിൽ റാൻഡി ഓർട്ടനെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ ആ സ്റ്റോറിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രാധാന്യത്തിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഓൾറെഡി കെവിൻ ഓവൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള 2 ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ലാഡർ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെൻസ് റോയൽ റംബിൾ മത്സരത്തിലെ ഒരു സർപ്രൈസ് എൻട്രി ആയിരിക്കും റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവിന് കുറച്ചും കൂടി ഇമ്പാക്റ്റ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. കോഡി റോഡ്സ് കെവിൻ ഓവൻസിനെതിരെ ആ ലാഡർ മത്സരത്തിൽ വിജയിക്കുന്നു. റാൻഡി ഓർട്ടൻ റോയൽ റംബിൾ മത്സരത്തിൽ റിട്ടേൺ ചെയ്യുന്നു. അതിനുശേഷം റോയൽ റംബിളിന് ശേഷം കെവിൻ ഓവൻസിനെതിരെയുള്ള സ്റ്റോറി റാൻഡി ചെയ്യുന്നു. പിന്നീട് വേണമെങ്കിൽ കോഡി റോഡ്സിൻ്റെ ടൈറ്റിലിന് റാൻഡി പോകുന്ന രീതിയിലുള്ള സ്റ്റോറിയും അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി സ്റ്റോറി അപ്ഡേഷൻ ഈ റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റസൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവ് നമുക്ക് ഈ ഒരു മാസത്തിൽ തന്നെ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതിയിലെ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നർ എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. കുറേയധികം കൂട്ടുകാരി എല്ലാ വീഡിയോസിൻ്റെ അടിയിലും ബ്രോക്ക് ലെസ്നർ റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യുന്ന എപ്പിസോഡിൽ വരുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ബ്രോക്കിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നും പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോക്കിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ബ്രോക്കിനെ തിരികെ കൊണ്ടുവരാൻ ക്രിയേറ്റീവ് ടീമിനെ നിലവിൽ യാതൊരുവിധ പ്ലാനും ഇല്ല. ബ്രോക്കിന് എതിരെ വന്ന ചില ആരോപണങ്ങൾ ബ്രോക്കിൻ്റെ തിരിച്ചുവരവിന് വലിയ തടസ്സമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രോക്കിനെ കൊണ്ടുവന്നാൽ കമ്പനിയുടെ ഗുഡ് വില്ലിനെയും TKO എന്ന് പറയുന്ന ആ ഇപ്പോഴത്തെ ഓണേഴ്സിനെയും അത് നല്ല രീതിയിൽ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ട്രിപ്പിൾ എച്ച് ബ്രോക്കിനെ തിരികെ കൊണ്ടുവരുന്ന നടപടിയിലേക്ക് ഒരിക്കലും കടക്കില്ല എന്നുള്ളത് 101% ഉറപ്പാണ്. അപ്പോൾ ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇനി ബ്രോക്കിനെ സംബന്ധിച്ച് കോഡി റോഡ്സ് പങ്കുവച്ച അഭിപ്രായങ്ങൾ അതെന്താണെന്ന് നോക്കാം. കോഡി ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ബ്രോക്കിനെതിരെ കളിച്ച ആ 3 മത്സരങ്ങളിൽ തൻ്റെ ശരീരം നല്ലതുപോലെ താൻ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ബ്രോക്കിനെതിരെയുള്ള ആ 3 മത്സരങ്ങൾ കോഡിയെ ടോപ്പ് ലെവലിലേക്ക് പുഷ് ചെയ്ത ആ സ്റ്റോറിയിൽ കോഡി കളിച്ച മത്സരങ്ങൾ അതിഗംഭീരമാണെന്നാണ് കോഡി പറയുന്നത്. കോഡി മാത്രമല്ല ബ്രോക്കും ആ ഒരു സ്റ്റോറിയിൽ ആ മത്സരങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് വേണ്ടി ബ്രോക്ക് കുറേയധികം വർക്ക് ആ ഒരു മത്സരത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതും കോഡി റോഡ്സ് പറയുന്നുണ്ട്. അപ്പോൾ ബ്രോക്ക് അസാമാന്യമായിട്ടുള്ള ഒരു പെർഫോമറാണ് എന്നുള്ളതാണ് കോഡി അവിടെ പറയുന്നത്. കോഡിയെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് കൊണ്ടുവരാനുള്ള കാരണം ബ്രോക്കിനെതിരെയുള്ള ആ ഒരു പ്രകടനം തന്നെയായിരുന്നു. അപ്പോൾ ബ്രോക്കിൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ഈ അടുത്തൊന്നും ലഭിക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇനി മറ്റൊരു സംശയം, നെറ്റ്ഫ്ലിക്സിൽ അമേരിക്കയിൽ മാത്രമാണ് ഇപ്പോൾ റോ മാറിയിട്ടുള്ളത്. ഇന്ത്യയിൽ സോണിയിൽ തന്നെയാണ് മാർച്ച് അവസാനം വരെ അവർ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മാർച്ചിന് ശേഷം നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ വാർത്തകളിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത്. അതും കുറേയധികം കൂട്ടുകാരെ ചോദിച്ചിരുന്നു. അതും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് കൊണ്ടാണ് മറ്റ് ഒരു അപ്ഡേറ്റ് പോലെ പങ്കുവെച്ചത്. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.